ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. കഴിഞ്ഞ ദിവസം ഒരു മുംബൈ സ്റ്റോറി പോസ്റ്റ് ചെയ്തില്ലേ? ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോഴത്തെ ഒരു അനുഭവവും ആ ഒരു സാഹചര്യവുമാണേ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഡിസംബറിലാണ് തിരിച്ചു പോരുന്നത്. അപ്പം മനസ്സിലെ ഉദ്ദേശം കല്യാണം കൂടാം, ക്രിസ്മസ് കൂടാം. 9 മാസമായല്ലോ നാട്ടിലോട്ടൊക്കെ പോയിട്ട്. അപ്പം വന്നിട്ട് ഇതുവരെ പോയില്ല. അപ്പം ആദ്യമായിട്ട് തിരിച്ചു പോവുക. അപ്പം അങ്ങനെ ഒരു ചേഞ്ചൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം പാക്കൊക്കെ ചെയ്തു. ഇവിടുത്തെ പോലെയൊക്കെ തന്നെ മുംബൈയിലും എല്ലാവരും ബിസിയാണ്. എല്ലാവർക്കും ജോലിയുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ മുംബൈയിലെ നമ്മുടെ ലോക്കൽ ട്രെയിൻസിൽ പോകുമ്പോഴത്തേനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ. ഒരു ട്രെയിൻ വരുന്നു, അതിനകത്തോട്ട് ഇടിച്ച് കയറി പോകുന്നു. ചിലർക്ക് കയറാൻ പറ്റത്തില്ല, ചിലർക്ക് പിന്നെ അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ. അപ്പം ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ കയ്യിൽ ലഗേജുണ്ട്, 2 ലഗേജുണ്ട്, ഒരു ബാഗുണ്ട്. ഇതെല്ലാം പിടിച്ച് വേണം ഞാൻ ലോക്കൽ ട്രെയിൻ കയറി മെയിൻ സ്റ്റേഷനിലെത്താൻ. അപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എവിടെയാ സ്ഥലത്തിൻ്റെ പേര്? ചർണി റോഡിൽ ആണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചർണി റോഡിൽ നിന്ന് എനിക്ക് ഛത്രപതി ശിവാജി സ്റ്റേഷനിൽ എത്തണം. അപ്പം തലേദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു, നീ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവൻ പറഞ്ഞെന്നാൽ ഞാനും കൂടെ വരാം, ഇത് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ വന്നത് ഭയങ്കര അനുഗ്രഹം. അപ്പോൾ അവൻ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടുന്ന് ചർണി റോഡിൽ നിന്ന് ഇത് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക, ലോക്കൽ ട്രെയിൻ. അപ്പം ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾ. അപ്പം എൻ്റെ കയ്യിൽ ഒരു ലഗേജ്, ഒരു ബാഗ്, അവനൊരു ലഗേജ് പിടിച്ചു. അപ്പം ട്രെയിൻ വന്ന് ഇടിച്ച് കയറാൻ നോക്കിയിട്ട് ഞാൻ കയറി, പക്ഷെ അവന് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആദ്യം വന്ന് ശിവാജി സ്റ്റേഷനിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവൻ വെയിറ്റ് ചെയ്ത് അടുത്ത ട്രെയിൻ വന്നപ്പോഴത്തേനാണ് അവൻ കയറി വന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു കഷ്ടമായിരുന്നു അവിടം വരെ എത്താനായിട്ട്. ജസ്റ്റ് കുറച്ച് സമയമേ ഉള്ളൂ, ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ ഈ ചർണി റോഡിൽ നിന്ന് ഛത്രപതി ശിവാജിയിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടം വരെ വരാനായിട്ടുള്ളൊരു തിരക്കാണ്. ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾ. നമുക്ക് മുംബൈയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഈ അവിടെ നമ്മൾ ബസ്സിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ലോക്കൽ ട്രെയിൻസ് ആണ്. അപ്പോൾ ഈ ലോക്കൽ ട്രെയിൻസിൽ പോകാനായിട്ട് ഇങ്ങനെയാണ്, ഇടിച്ചു കയറിയാലേ ഉള്ളൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ രണ്ടാമത്തെ ട്രെയിൻ വന്നപ്പോഴത്തേന് രണ്ടാമത്തെ ട്രിപ്പിൽ അവൻ വന്നു. പക്ഷേ ഞാനിപ്പോഴും അവനെ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ആരുമല്ല, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ ആരുമല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്. പക്ഷെ അവൻ്റെ ഒരു കരുതൽ നോക്കണം. അവൻ എനിക്ക് രാത്രി കഴിക്കാനായിട്ടുള്ള ഫുഡ്, ഉച്ചയ്ക്ക് അവിടെ വെച്ച് കഴിക്കാനായിട്ടുള്ള ഫുഡ്, ഈ രാത്രി കഴിക്കാനുള്ള ഫുഡ് എനിക്ക് പാക്ക് ചെയ്ത് പൊതിഞ്ഞ് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടുവന്നു. പിന്നെ അവിടെ ഛത്രപതി സ്റ്റേഷന് അടുത്താണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ളത്, ഞാൻ കയറുന്നതിന് മുമ്പ് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം എനിക്കും അവനും കൂടെ വേണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ സ്റ്റേഷനിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് എന്നെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോയത്. പക്ഷെ അന്ന് എനിക്ക് വിശന്നില്ല. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പപ്പയുടെയും മമ്മിയുടെയും കൂട്ടത്തിലിരുന്നാണ് അവൻ എനിക്ക് തന്നു വിട്ട ഫുഡ് കഴിച്ചത്. അവർ ബാച്ചിലേഴ്സ് ആയിരുന്നു കേട്ടോ. അവർ ഫുഡ് ഉണ്ടാക്കി തരിക. അതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊന്നും ആലോചിച്ച് നോക്കിയാൽ ആരെങ്കിലും അങ്ങനെ നമുക്ക് വേണ്ടി മെനക്കിടുവോ? അങ്ങനെ അപ്പം മുംബൈ ലൈഫിൽ എനിക്ക് ഓർക്കുമ്പോഴത്തേന് കുറേ, ഞാൻ പറഞ്ഞ പോലെ നല്ല ഓർമ്മകളാണ് കൂടുതലും എന്ന് പറഞ്ഞാൽ ഒരു 99% എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഒരു ഓർമ്മയാണ് ഈ ഒരു ഓർമ്മ, തിരിച്ചു പോകുന്ന ഓർമ്മ. പിന്നെ കഥ മാറി കേട്ടോ. വന്നു കഴിഞ്ഞ് കല്യാണമൊക്കെ കൂടി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ജനുവരി പെരുന്നാളുണ്ട്. അപ്പം ആ ജനുവരി ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ജനുവരി പെരുന്നാളും കൂടെ ഒക്കെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അങ്ങനെ ജനുവരി പെരുന്നാളും ഒക്കെ കൂടിയൊക്കെ ഇരുന്നപ്പോഴത്തേന്
ആണ് കല്യാണ ആലോചനകളൊക്കെ വന്ന് അങ്ങനെ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് പോയി. പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. കുറേ കൂടെയൊക്കെ മുംബൈ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അവിടെ ലൈഫ് എൻജോയ് ചെയ്ത് വരുന്നേ ഉള്ളായിരുന്നു. എനിക്ക് തിരിച്ചു വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ അതാണ് ഇന്നത്തെ കഥ. അപ്പം ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ ഞാൻ ഈ വീഡിയോ അവൻ്റെ കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും. അപ്പം താങ്ക് യു സോ മച്ച്. ഇപ്പോഴും ഞാൻ ഓർക്കും, എപ്പോഴും ഞാൻ ഓർക്കും. താങ്ക് യു.